2025 പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെ നടത്തിയ പെഹൽഗാം അറ്റാക്ക് ഏകദേശം ഇന്നൊരു വർഷമായി. ഈ പെഹൽഗാം അറ്റാക്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മോളാണിത്. ഇവർ ഈ അറ്റാക്കിനെ പറ്റിയുള്ള കാര്യം, അതിന് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളും പറയുമ്പം അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് തരം ആളുകളാണ് ഇന്ത്യക്കുള്ളിൽ ജീവിക്കുന്നതെന്ന്. കഴിഞ്ഞ കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം, അതിൻ്റെ പെയിൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ പെയിൻ എനിക്കൊരു ശബ്ദം തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോദിജിയുടെ ലീഡർഷിപ്പിലുള്ള ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത ആ ആക്രമണത്തിൽ അവർ ടെററിസ്റ്റ് വിചാരിച്ചിരുന്നത് ഇവിടെ സെപ്പറേറ്റഡ് ആവുന്നു. നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ത്യൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെ. ഈ പെഹൽഗാമിൽ നടന്നത് ഇസ്ലാമിക ഭീകരവാദമാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വസ്ത്രം നോക്കി അല്ലെങ്കിൽ കലിമ ചൊല്ലിപ്പിച്ച് ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കി മുസ്ലിങ്ങളെ വെറുതെ വിട്ട് ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുക ചെയ്ത്. ഇത് പറയുമ്പം നമ്മളിവിടെ സുഡാപ്പികളോ അല്ലെങ്കിൽ ഈ ന്യൂട്രൽ നിൽക്കുന്ന പല ഇസ്ലാമിൽപ്പെട്ട ആൾക്കാരൊന്നും അംഗീകരിക്കുന്നില്ല. അവർ അയ്യോ തീവ്രവാദികൾ RSS ആണ് ചെയ്തത്, മറ്റേ മോഡിയാണ് ചെയ്തത്, ചത്താൽ അവർ ഇസ്ലാമിനെയോ പാകിസ്ഥാനെയോ കുറ്റം പറയാത്ത രീതിയിലേക്ക് വരെ ഉള്ള പ്രകടനങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പം ഇതാണ് ഈ നാടിൻ്റെ ഒരു ശാപം. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ നാട്ടിൽ ആളുകൾ കൊടുക്കുന്ന ടാക്സും വെച്ച് ജീവിച്ച ആൾക്കാർ ഇവിടെ ഒരു ഇസ്ലാമിക തീവ്രവാദിനെ കുറ്റം പറയാൻ പോലും മടി, അതിനെ ന്യായീകരിക്കുക, അതിനെ വെളുപ്പിക്കുക, അത് മോഡിയാണ് ചെയ്തതെന്നൊക്കെ പറയാം, എന്തൊക്കെയോ വായിത്തോന്നാണ് പറയുക. എന്നിട്ട് ഉദ്ദേശം എങ്ങനെയും ഇസ്ലാമിക ഭീകരവാദത്തെ വെളുപ്പിക്കില്ല. ഇത് ഈ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈറ്റിങ്ങൾ ഈ ഭീകരവാദത്തെ വെളുപ്പിക്കുന്നതെന്നുള്ളത്. അതിൽ കുറേ ആൾക്കാർ ഇത് പറയുന്ന ഈ എന്ന് വെച്ചാൽ മരിച്ച ആളെ മോളാണിത്, അവരവിടെ ഉണ്ടായിരുന്നു. ഇവളെ തെറി പറയുക, ഇവളെ അങ്ങോട്ടായി എന്നറിയാം, സംഖ്യ മറ്റാന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു ബേസിക് അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഭീകരമായ രീതിയിലേക്കാണ് ഇവിടുത്തെ ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. ഈ ഓരോ കമൻ്റ് ഇടുന്ന ആളുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ന്യായീകരണത്തിൻ്റെ ത്വര ഈ വ്യക്തികൾക്ക് മാത്രമല്ല ഉള്ളത്, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. ഇന്ന് പല രാഷ്ട്രീയക്കാരും ഇതിന് പോസ്റ്റ് ഇട്ടു. പാകിസ്ഥാനും ഇസ്ലാമും വരാതെ പ്രത്യേകം ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ടിട്ട പോസ്റ്റ് പോലെ ഉണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇത് പറയാനുള്ള ധൈര്യമില്ല. കാരണം അത്രത്തോളം രീതിയിലാണ് ഇവിടുത്തെ ഈ കേരളത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സോ ജനങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ, ജനങ്ങൾ വേണം ഇതിനെതിരെ പ്രതികരിക്കാൻ.